ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. ഇപ്പോൾ എന്തുണ്ട് വിശേഷം? സോ ഈ ആഴ്ചത്തെ വാച്ച് ലിസ്റ്റ് റിവീലിംഗ് വീഡിയോ ആണിത്. ആൻഡ് വീക്ക്ലി അനാലിസിസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഡിസ്ക്ലൈമർ പറഞ്ഞ ശേഷം മാർക്കറ്റിലേക്ക് പോകാം. ഡിസ്ക്ലൈമർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ വീഡിയോ അല്ല, മറിച്ച് എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള കമ്പനികൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടെക്നിക്കലി ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് കണക്കാക്കാതെ ഇതൊരു എന്താ പറയുക എഡ്യൂക്കേഷണൽ കണ്ടന്റ് ആയിട്ട് മാത്രമേ കണക്കാക്കി മുൻപോട്ട് കൊണ്ടുപോവുക. ആൻഡ് ഇന്ന് ഈ വീക്കിലെ വാച്ച് ലിസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. മാർക്കറ്റ് ഓക്കെ ആണെങ്കിൽ മൊമെന്റം കിട്ടാൻ പോസിബിലിറ്റി ഉള്ള ഹൈ മൊമെന്റം സ്റ്റോക്സ് ആണ് ഞാൻ ഈ ആഴ്ച ഫുള്ളി എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ആഴ്ചത്തേക്കുള്ള വാച്ച് ലിസ്റ്റ് വളരെ സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവരും ഒന്നും മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക, ലോജിക്കുകൾ മനസ്സിലാക്കുക, ട്രേഡ് ലെവൽസ് മാർക്ക് ചെയ്ത് ഇത് നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ യൂസിന് വേണ്ടിയിട്ട് ചാർട്ടിലെ ഒരു സ്റ്റഡി പർപ്പസ് ആയിട്ട് കണ്ടാക്കി നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ആഴ്ച 2-3 ആഴ്ചത്തേക്കൊക്കെ ഇത് വാച്ച് ലിസ്റ്റിൽ ഇടാം. കാര്യം മൊമെന്റം സ്റ്റോക്സ് ആണ്, മൊമെന്റം കിട്ടാൻ പോസിബിലിറ്റി ഉള്ള സ്റ്റോക്സ് ആണ് ഞാൻ പഠിക്കാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വീഡിയോയിലേക്ക് പോകും മുന്നേ നമ്മുടെ ടെലിഗ്രാം ചാനൽ വളരെ ആക്റ്റീവായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അതിൽ മാർക്കറ്റ് ന്യൂസസ്, പിന്നെ എന്നെ കൊണ്ട് കഴിയുന്നത്ര റിസൾട്ടുകളും എല്ലാം ഞാൻ ഇടുന്നുണ്ട്. റിസൾട്ട് സീസൺ വീണ്ടും അവസാനിക്കുകയാണ്. എന്തായാലും നല്ല റിസൾട്ട് സീസൺ ആയിരുന്നു. അപ്പോൾ നമുക്ക് സ്ട്രൈറ്റ് മാർക്കറ്റിലേക്ക് പോകാം. നിഫ്റ്റിയുടെ വ്യൂ ഞാൻ വളരെ ലൈറ്റായിട്ട് എൻ്റെ വ്യൂ അങ്ങ് പറയുകയാണ്. സോ ഇറാൻ US കോൺഫ്ലിക്റ്റിന് ഒരു അന്ത്യവും ഇല്ല എന്ന് തന്നെയാണ് ഇപ്പം തോന്നുന്നത്. നാളെ രാവിലെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്നറിയത്തില്ല. ട്രംപ് വീണ്ടും ഭീഷണിയും ഓയിൽ പ്രൈസിന്റെ കാര്യങ്ങളുടെ ചർച്ചയും ഇതൊക്കെ അങ്ങനെ നടപ്പുണ്ട്. അപ്പോൾ നമുക്ക് പുള്ളി അതിന്റെ വഴിക്ക് നടക്കട്ടെ. അപ്പോൾ ബ്രേക്ക് ഡൗൺ മാർക്കറ്റ് താഴോട്ടാണ് വരണമെങ്കിൽ എങ്ങോട്ട് പോകുമെന്നുള്ള കാര്യമൊക്കെ നമുക്കൊന്ന് ഒരു ഡൗൺ സൈഡ് മാർക്കറ്റിലെ ഒരു സിനാരിയോ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ട്. മാർക്കറ്റ് മോശമാണ്, അത്യാവശ്യം മോശം അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഒരു സെൽ ഓഫ് ആണ് വരുന്നതെങ്കിൽ സ്ട്രെയിറ്റ് ഇനിയുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ 23,900 എന്ന ഈ ഒരു സോണിലേക്കാണ് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉള്ളത്. കാര്യം ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മാർക്കറ്റ് നിൽക്കാനാണ് പോസിബിലിറ്റി ഉള്ളത്, ഈ ഒരു ഡൗൺ സൈഡ് ഏരിയ. ഓക്കെ, മാർക്കറ്റ് ഡൗൺ സൈഡ് വരുമായിരുന്നു എന്നുള്ള സീനാണ് ഞാൻ പറയുന്നത്. 2% ഡൗൺ സൈഡ് വരാനാണ് പോസിബിലിറ്റി ഉള്ളത്. മാർക്കറ്റ് മോശം അവസ്ഥയിലേക്ക് പോയാൽ സെൽ ഓഫ് ആണ് വരുന്നതെങ്കിൽ സ്ട്രെയിറ്റ് 23,900 റേഞ്ചിലേക്ക് മാർക്കറ്റ് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു ഡേ ചാർട്ട് നോക്കുമ്പോഴത്തേക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആൻഡ് മറിച്ച് ട്രംപിന്റെ ഈ ഒരു ഭീഷണി മറികടന്ന് മാർക്കറ്റ് അപ്സൈഡ് പോകുകയാണെങ്കിൽ നല്ലൊരു സ്ട്രക്ചറലി ഈ ഒരു ബ്രേക്ക് ഉണ്ടാവട്ടെ. ഓക്കെ, അതായത് നമുക്ക് ഇങ്ങനെ ഒരു ബ്രേക്ക് ഉണ്ടാവട്ടെ. അതായത് മോസ്റ്റ്ലി 24,564 ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ആ ഒരു മൊമെന്റം മാർക്കറ്റിന് പോസിറ്റീവ് ആയിട്ടുള്ള മൊമെന്റം ഉണ്ടാവാൻ പോസിബിലിറ്റി ഉണ്ട്. 24,500 അല്ലെങ്കിൽ 550 റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ കരുതുക, മനസ്സിലാക്കി വെച്ചേക്കുക, 24,000 ഇപ്പോൾ ഒരു മാർക്കറ്റ് ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ 2-3 ദിവസം ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ 24,400 ബ്രേക്ക് ചെയ്തെന്ന് പറയുന്ന ഒരു നിങ്ങൾ ബുള്ളിഷ് ആവും നിങ്ങൾ കരുതരുത്. 24,500 ബ്രേക്ക് ആവുമെന്ന് കരുതി ബുള്ളിഷ് ആവുമെന്ന് കരുതരുത്. മാർക്കറ്റ് സ്ട്രെയിറ്റ്ലി ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യണം. 24,600 എന്ന് പറഞ്ഞാൽ ഈ ഒരു സോൺ ടോട്ടലി ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഒരു ബുള്ളിഷ്നെസ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. മനസ്സിലായോ? ഈ ഒരു ക്യാൻഡിലിന്റെ അബവ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ വ്യൂ പോസിറ്റീവ് ആവത്തുള്ളൂ. അല്ലാത്ത പക്ഷം കെയർഫുൾ എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും ഞാൻ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ നിഫ്റ്റി സിംപ്ലി ഈ റേഞ്ചിൽ ഞാൻ പറയുകയാണ്. വേറെ നിങ്ങൾ കൂടുതൽ തലപോയിക്കേണ്ട. പ്രീ മാർക്കറ്റ് സെഷനിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് ഈ ആഴ്ചത്തെ ഹൈ മൊമെന്റം സ്റ്റോക്സ് ഞാൻ പഠിക്കാതിരിക്കുന്ന സ്റ്റോക്സിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ആദ്യത്തെ കമ്പനി എന്ന് പറയുന്നത് ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. ഓൾ ടൈം ഹൈ ആയ 690 റേഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത ശേഷം നല്ല ഒരു പ്രൈസ് ആക്ഷനും കൺസോൾട്ടേഷനും കാണുന്ന ഒരു സെറ്റപ്പാണ്. നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, മാർക്കറ്റിൽ എപ്പോഴും നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്സൈഡ് പോകുന്നു, ഡൗൺ സൈഡ് വരുന്നു. അതായത് ഹയർ ഹൈ ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് ഡൗൺ സൈഡ് വരും. കണ്ടില്ലേ, വീണ്ടും ഹയർ ഹൈ ഉണ്ടാക്കുന്നു, ഒന്ന് ഡൗൺ സൈഡ് വരുന്നു, പിന്നെ ഒരു കൺസോൾട്ടേഷൻ, പിന്നെ ഹയർ ഹൈ, പിന്നെ കൺസോൾട്ടേഷൻ. അപ്പോൾ ഇതാണ് മാർക്കറ്റ്. ഇങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ആവുക. അതായത് പലരും ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്ന ശേഷം നമ്മൾ ഒന്ന് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഉടനെ നമ്മളെ ചീത്ത വിളിക്കും മാർക്കറ്റ് ഡൗൺ ആയെന്ന് പറഞ്ഞാൽ. അതങ്ങനെയല്ല. മാർക്കറ്റിന്റെ കണ്ടീഷൻ, മാർക്കറ്റ് എങ്ങനെ വർക്ക് ആവുന്നു എന്ന് ഇവിടെയുള്ള പലർക്കും അറിയത്തില്ല. ജസ്റ്റ് ക്യാഷ് എന്നുള്ള രീതിയിൽ മാത്രം ചില ആളുകൾ മാർക്കറ്റിനെ സമീപിക്കും. അങ്ങനെയുള്ളവരെന്നും എന്തായാലും മാർക്കറ്റ് വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ്. അത് പതുക്കെ പഠിച്ച് മനസ്സിലാക്കാൻ കാലിബർ ഉള്ളവർ മാത്രമേ ലോങ് ടേമിൽ മാർക്കറ്റിൽ വിജയിക്കത്തുള്ളൂ. ഈ അപ്സ് ആൻഡ് ഡൗൺസ് എന്നത് പാർട്ട് ആൻഡ് പാർട്സ് ഓഫ് ദ ഗെയിം ആണ്. നമുക്ക് ചിലപ്പോൾ ലോസ് വരാം, പ്രോഫിറ്റ് വരാം. ഇതെല്ലാം ഉൾക്കണ്ട് മാർക്കറ്റിനെ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഒരു ലോങ് ടേമിൽ ഗുണമുണ്ടായി അവർ സക്സസ് ആവത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ നടപ്പുണ്ട്. ഒരു അപ്സൈഡ് മൊമെന്റം, ഒരു നല്ല ബ്രേക്ക് ഔട്ട്,
ബ്രേക്കൗട്ടിന് ശേഷം ശ്രദ്ധിക്കൂ, സാധാരണ റീറ്റെയിലേഴ്സായ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഈ സ്റ്റോക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, HSCL നല്ലൊരു ഓൾ ടൈം ഹൈ ബ്രേക്കൗട്ട് തന്നു. ബ്രേക്കൗട്ട് ഈ ഒരു റേഞ്ചിൽ പോയി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇതാ കണ്ടില്ലേ, നല്ലൊരു ബ്രേക്കൗട്ട് തന്നു. അതിനുശേഷം മാർക്കറ്റ് എന്താ ചെയ്തത്? അപ്സൈഡ് പോയി. ഇതാ ഈ സ്റ്റോപ്പ് ലോസ് എല്ലാം, ഈ മാർക്കറ്റിലെ ഈ ട്രേഡ് എടുത്ത ആളുകളുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് കണ്ടത് വീണ്ടും അപ്സൈഡ് പോയി. ശേഷം വീണ്ടും ഡൗൺ സൈഡ് വന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്നു. സോ മാർക്കറ്റിനെ ടെക്നിക്കലി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മാർക്കറ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. മാർക്കറ്റിന്റെ കൂടെ അഡാപ്റ്റ് ചെയ്ത് നമ്മളെ സ്റ്റോപ്പ് ലോസും, നമുക്കൊരു ലോങ് ടേം വ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു വ്യൂ കറക്റ്റ് നമ്മൾ ഫോളോ ചെയ്ത് പോയാൽ മാത്രമേ കാര്യമുള്ളൂ. ഓക്കെ, അപ്പോൾ HSCL എന്തായാലും വാച്ച് ലിസ്റ്റിൽ ഇടുക. ഹൈ മൊമെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നത് 820 എബോവ് ആണ്. ഇപ്പോൾ 780 ആണ്, നല്ല റേഞ്ചിൽ നിൽക്കുകയാണ്. അപ്പം മാക്സിമം ഈ ഇങ്ങനത്തെ കമ്പനികൾ ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം ഈ ലെവൽസ് എല്ലാം മാർക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നോക്കാം 860 അല്ലെങ്കിൽ 900 റേഞ്ചിലേക്ക് HSCLന് 1-2 ആഴ്ച കൊണ്ട് മൂവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ മാർക്കറ്റ് ഫെയിൽ ആവാനുള്ള പോസിബിലിറ്റി ഉണ്ടോ? ഉണ്ട്. കാര്യം ഇറാൻ കോൺഫ്ലിക്റ്റ് ഒന്ന് വർദ്ധിക്കുകയാണെങ്കിൽ മേ ബി ഇങ്ങനത്തെ സ്റ്റോക്സ് എല്ലാം ഡൗൺ സൈഡ് വരും. ഡൗൺ സൈഡ് വരുവാണെങ്കിൽ അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ HSCL ഫസ്റ്റ് സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുന്നു. അടുത്ത സ്റ്റോക്ക് പോകാം. HSCL ഞാൻ ഹോൾഡ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഹോൾഡ് ചെയ്യുന്ന കമ്പനി മീഷോയാണ്. മീഷോ ലിമിറ്റഡ്. ഇത് ഞാൻ വീണ്ടും വാച്ച് ലിസ്റ്റിൽ ഇട്ടേക്കാണ്. അപ്പോൾ മീഷോ നിങ്ങൾ കരുതും ഞാൻ 190-ലായിരിക്കും ഹോൾഡ് ചെയ്യുന്നത്. അല്ലല്ല, 170 റേഞ്ചിലാണ് ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ 165 ഈ 2 റേഞ്ചിലാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ ഗ്രൂപ്പിൽ എൻ്റെ പേഴ്സണൽ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം, ഞാൻ ഈ 2 റേഞ്ചിൽ വാങ്ങി കുറേ മാസങ്ങളായിട്ട് കുറച്ച് ക്വാണ്ടിറ്റിയാണ്, വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ്, എന്നെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് മാത്രം ഹോൾഡ് ചെയ്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ മീഷോ നല്ലൊരു മൊമെൻറ്റം ബേസ്റ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. എബോവ് 200 നല്ല മൊമെൻറ്റം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആൻഡ് ഈ ഹൈ ടേക്ക് ഔട്ട് ചെയ്യണം. മാർക്കറ്റ് ഇവിടുന്ന് ഈ ഹൈ ടേക്ക് ഔട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തും. ഈ 229 ടേക്ക് ഔട്ട് ചെയ്യാനുള്ള ശ്രമം നടത്തും. അപ്പോൾ ഈ ഹൈയിലേക്ക് മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യാനുള്ള ലിക്വിഡിറ്റി ഹണ്ട് നടത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ മീഷോ നമുക്ക് വരുന്ന ആഴ്ചകളിൽ വാച്ച് ലിസ്റ്റ് ഇടുക. IPO, അതായത് റീസെന്റ് IPO ഹൈ നമുക്കുണ്ടോ 254 ആണ്. അപ്പോൾ ആ റീസെന്റ് IPO ഹൈയിലേക്ക് മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്യാൻ എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. ബട്ട് ആദ്യം മാർക്കറ്റിൽ ആ ഒരു റേഞ്ചിലേക്ക് എത്തണമെങ്കിൽ 227 എന്ന് പറഞ്ഞ ഈ സോണ് മാർക്കറ്റ് ആ ഒരു ഏരിയ സ്ട്രക്ചറലി ബ്രേക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ മീഷോ ഹൈ പ്രയോറിറ്റിയിൽ ഞാൻ ഇട്ടേക്കാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിത് ഡൗൺ ട്രെൻഡിലാണ് വാങ്ങിയത്. കണ്ടില്ലേ, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഞാൻ മാർക്കറ്റിനെ സമീപിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ക്ഷമയോടെ കാത്തിരുന്ന് വാങ്ങിയ സ്റ്റോക്കാണ്. ഇത് ഇവിടെ വാങ്ങുന്നു, ഇവിടെ ഈ സ്റ്റോക്ക് വാങ്ങിയെന്നല്ല, ആ ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ സൈഡ് വരുന്നു. മാർക്കറ്റ് സ്ട്രക്ചറലി അപ്പ് സൈഡ് പോയി തിരിച്ച് ഡൗൺ സൈഡ് വന്നപ്പം ഞാൻ ഈ ഒരു കൺസോൾട്ടേഷൻ കണ്ടിട്ടാണ് ഈ ഒരു ഏരിയയിൽ വാങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓരോ സ്റ്റോക്കിനും ഓരോ കഥയുണ്ടെന്ന് പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ കഥ ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ മീഷോ നിങ്ങൾ ഹൈ പ്രോബിലിറ്റി ട്രേഡായിട്ട് കണക്കാക്കി വയ്ക്കുക. BHEL ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഒരുപാട് ആളുകൾ, ഇതൊക്കെ എൻ്റെ പേഴ്സണലി ഉള്ള ആളുകൾക്ക് അറിയാം ഈ ട്രേഡ് ഞാൻ എവിടെ നിന്നാണ് എടുത്തതെന്നും ഞാൻ എവിടെയാണ് ഈ സ്റ്റോക്ക് സെല്ല് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതെന്നുള്ള കാര്യങ്ങൾ. അല്ല, നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നുള്ളത് എൻ്റെ പേഴ്സണൽ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം. BHEL എത്ര %, 76% മൂവ്മെൻറ്റ് ഓൾറെഡി നമുക്ക് ടേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് BHEL ഇപ്പം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു കൺസോൾട്ടേഷൻ മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. ആൻഡ് BHELൻ്റെ സെക്കൻഡ് ട്രേഡ് നമ്മൾ എടുത്തത് ഈ ഏരിയയിലാണ്. 370 റേഞ്ചിൽ ഞാനൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ പബ്ലിക് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. 370 എടുത്തു, 444 വിറ്റു. വീണ്ടും മാർക്കറ്റ് നല്ലൊരു ഹെൽത്തി കൺസോൾട്ടേഷൻ തരികയാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. മാർക്കറ്റ് 450 അല്ലെങ്കിൽ 430 ബ്രേക്ക് ചെയ്ത് അത്യാവശ്യം നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് 430 ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തും, അതോ വീണ്ടും സ്ട്രക്ചറലി ഈ ഒരു 360 റേഞ്ച് ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം നടത്തുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് BHEL ഇത്തവണ 450 ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തുമെന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുക. ഹൈ പ്രയോറിറ്റിയിൽ ഇടാൻ പറ്റിയ സ്റ്റോക്കാണ് BHEL. ഓക്കെ, അടുത്ത കമ്പനി എന്ന് പറയുന്നത് നെൽക്കോ ലിമിറ്റഡ്. ഓക്കെ, അപ്പം ബാക്കി ചാർട്ടിൻ്റെ ബാക്കി ഇതൊക്കെ ഞാൻ മുന്നേ സ്റ്റഡീസ് നടത്തിയതാണ്. ഓക്കെ, നെൽക്കോ നോക്കുക എന്താണ് നടക്കുന്നത്. നെൽക്കോയുടെ ഒരു ചാർട്ട് പഠിക്കും മുന്നേ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നെൽക്കോ ബേസ് ഏരിയയിൽ നിന്നും കുറച്ച് സ്പ്രെഡായി നിൽപ്പുണ്ട്. ഓക്കെ, നെൽക്കോയുടെ കാര്യം പഠിക്കാൻ മുന്നേ അത്ര പെർഫെക്റ്റ് റിവേഴ്സലൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് കൊള്ളാം, റിവേഴ്സൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അഗ്രസീവ് ആയിട്ടുള്ള ബൈയിങ് ആണ് വന്നത്. കണ്ടില്ലേ, നമ്മളിവിടെ ഈ ഏരിയ നോക്കുകയാണെങ്കിൽ കുറച്ച് സപ്പോർട്ട് റേഞ്ചിൽ നിന്നാണ് അഗ്രസീവ് ബൈയിങ് വന്നിട്ടുള്ളത്. സ്റ്റീപ്പായിട്ടുള്ള സെല്ലിങ് നടന്നു. അതിനുശേഷം മാർക്കറ്റ് ഒരു എന്താ പറയുക അഗ്രസീവ് ആയിട്ടുള്ള ബൈയിങ് നടന്നു. ഓക്കെ, അപ്പം പുതിയതായിട്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സോൺ നിങ്ങൾ ശ്രദ്ധിക്കുക.
മാർക്കറ്റ് ഇനി ഈ ഹൈ ടേക്ക് ഔട്ട് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നെൽക്കോയുടെ അത്യാവശ്യമുള്ള പ്രൈസ് ആക്ഷൻ കണ്ടിട്ട് മൈക്രോ പ്രൈസ് ആക്ഷൻ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. മൊമെന്റത്തിന് വേണ്ടിയിട്ടാണ്, മൊമെന്റം സ്റ്റോക്സ് അല്ലേ. മൈക്രോ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു റേഞ്ച് സ്മാർട്ടായിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. 970 ഒരു നല്ല സെൽ ഓഫ് പോയിന്റ് ആയിരുന്നു ആൻഡ് അവിടെ ബ്രേക്ക് ഔട്ട് റീടെസ്റ്റ് സെറ്റപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് നെൽക്കോ എന്തായാലും ഒരു 15% മൂവ്മെന്റ് മൊമെന്റത്തിന്റെ ഭാഗമായിട്ട് ഇനിഷ്യലി ഉണ്ടാവുമെന്നാണ്. അപ്പോൾ അതുകൊണ്ടാണ് നെൽക്കോ എൻ്റെ വാച്ച് ലിസ്റ്റിലായിട്ടേക്കാണ്, മൊമെന്റം ട്രേഡ് എടുക്കാനായിട്ടാണ്. ആൻഡ് ഇത് എൻ്റെ എൻട്രിയിലില്ല, വാച്ച് ലിസ്റ്റിൽ വാച്ച് ഇട്ടേക്കാണ്. ഞാൻ നിലവിൽ ഇതിൽ എൻട്രി ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ മൺഡേ ട്യൂസ്ഡേ ചിലപ്പോൾ ഒരു ഡൗൺ സൈഡ് വരുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ലല്ലോ, മാർക്കറ്റ് മോശമാവുമോ എന്ന് അറിയത്തില്ലല്ലോ. അപ്പം മൺഡേ ആൻഡ് ട്യൂസ്ഡേ എടുത്ത ശേഷം ഞാൻ തീരുമാനിക്കും, മാർക്കറ്റിന്റെ അവസ്ഥ കണ്ടിട്ട് ഞാൻ തീരുമാനിക്കും ഇതിൽ എൻട്രി എടുക്കണോ വേണ്ടേ എന്നുള്ളത്. ഓക്കെ, മാക്സിമം ഇത്രയും സ്റ്റോക്സ് മതി. എന്നിരുന്നാലും എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള ബാക്കി സ്റ്റോക്സും കൂടെ ഞാൻ പറയുകയാണ്, നിങ്ങൾ അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഫിനോടെക്സ് കെമിക്കൽസ് നല്ല സ്ട്രക്ചർ കണ്ടിട്ട് ഞാൻ എടുത്തു വെച്ചേക്കുന്നതാണ്. ഫിനോടെക്സ് കെമിക്കൽസ് 43 രൂപയാണ്. അപ്പോൾ കൂടുതൽ പ്രൈസ് ആക്ഷൻ ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യില്ല, ഇത് എക്സ്ട്രാ ഞാൻ വച്ചേക്കുന്ന സ്റ്റോക്സ് ആണ്. ഓക്കെ, ഫിനോടെക്സ് കെമിക്കൽസ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള അറ്റംപ്റ്റ് നടത്തുകയാണ്. ആൻഡ് നല്ല രീതിയിലുള്ള കൺസോളേഷൻ, നല്ല സെറ്റപ്പാണ് ഫിനോടെക്സ് കെമിക്കൽസ് നടത്തുന്നത്. 43-44 റേഞ്ചിൽ നല്ല പ്രൈസ് ആക്ഷൻ നടത്തുന്നുണ്ട്. എനിക്ക് ഈ സെറ്റപ്പ് എൻ്റെ ഫേവറേറ്റ് സെറ്റപ്പിൽ ഒന്നാണ്. ഞാൻ പിന്നെ റിവീൽ ചെയ്യുന്നേ ഉള്ളൂ, സാധാരണ ഇങ്ങനത്തെ സ്റ്റോക്സ് ഞാൻ റിവീൽ ചെയ്യാറില്ല, ഞാൻ വച്ചേക്കാണ് പതിവ്. ഫിനോടെക്സ് കെമിക്കൽസ് ഹെൽത്തി ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. കറക്റ്റ് പ്രൈസ് ആക്ഷൻ, വളരെ എന്താ പറയുക അപ്സൈഡ് പോകുന്നു. ആൻഡ് അവിടെ നിന്നുള്ള ടെൻഷൻ ഒരു ആളുകളെ പാനിക്കാക്കി സെല്ല് ചെയ്യിക്കുന്നു. ഈ ഒരു സ്ട്രക്ചർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ നിൽക്കുകയാണ്. FCL എന്തായാലും എൻ്റെ വാച്ച് ലിസ്റ്റിലുണ്ട്, അപ്പം നിങ്ങൾ കീപ്പ് ചെയ്യാം. ഓക്കെ, വേണ്ടതിന് ഒരു 3 സ്റ്റോക്സ് കൂടെ എക്സ്ട്രാ ഞാനങ്ങ് പറയുകയാണ്. സാധാരണ ഇത്രയും സ്റ്റോക്സ് ഒന്നും പറയാറില്ല, മൊമെന്റം സ്റ്റോക്സ് അല്ലേ, ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആവണമെങ്കിൽ ആവട്ടെ. OFSS അടുത്ത മൊമെന്റം സ്റ്റോക്കിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വച്ചേക്കുന്ന കമ്പനിയാണ് OFSS. അപ്പോൾ OFSSന്റെ കാര്യം പറയുകയാണെങ്കിൽ മൈക്രോ ലെവലിൽ ഞാൻ പറയുകയാണ് 11,828 മാർക്കറ്റ് എന്താ പറയുക ക്ലോസ് ചെയ്ത റേഞ്ചാണ്. OFSS ബ്രേക്ക്ഔട്ട് ആവാനുള്ള പോസിബിലിറ്റി ഉള്ളത് 12,000 റേഞ്ച് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, 12,000 റേഞ്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് മൊമെന്റത്തിന്റെ ഉള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. 12,800 റേഞ്ചിലേക്കായിരിക്കും ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന എന്താ പറയുക ഒരു പ്രോഫിറ്റ് സോൺ എന്ന് പറയുന്നത് 12,800 റേഞ്ച് ആയിരിക്കും OFSS. ഓക്കെ, ഇതൊക്കെ ഞാൻ എക്സ്ട്രാ പറയുന്നതാണ്. നിങ്ങൾ എന്തായാലും നമുക്ക് അറിയാം മൊമെന്റം ട്രേഡുകൾ ഞാൻ ഇടുന്നില്ല എന്നുള്ളൊരു പരാതി എല്ലാവരും പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് മൊമെന്റം ട്രേഡ് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെക്കാം. സുദർശൻ കെമിക്കൽസ് അടുത്ത സ്റ്റോക്ക് ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുള്ള മൊമെന്റം ട്രേഡിന് വേണ്ടിയിട്ട് വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുള്ള സ്റ്റോക്കാണ്. സുദർശൻ കെമിക്കൽസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഞാൻ വലിയൊരു ബോക്സ് ബ്രേക്ക്ഔട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സ്റ്റോക്കാണ് സുദർശൻ കെമിക്കൽസ് എന്ന് പറഞ്ഞ കമ്പനി. അപ്പോൾ ഇതും അത്യാവശ്യം എനിക്ക് വേണ്ടത് കണ്ടറിയാമോ, ഇതുപോലെ ബ്രേക്ക് ചെയ്ത ശേഷം ആളുകളെ പാനിക്കാക്കി സെല്ല് ചെയ്ത് വീണ്ടും തിരിച്ചു കയറുന്ന സ്റ്റോക്സ് ആണ് എൻ്റെ ഫേവറേറ്റ് സ്റ്റോക്സ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 1060 റേഞ്ച് 1150 റേഞ്ചിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയാണ്. സോ ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മൺഡേ എന്തായാലും ഇത് സുദർശൻ കെമിക്കൽസ് ഞാൻ വാങ്ങിയ ശേഷം ഞാൻ ചിലപ്പോൾ ഡൗൺ സൈഡ് വരുവാണെങ്കിൽ ഹോൾഡ് ചെയ്യും. എന്നിട്ട് ഈ റേഞ്ചിലോട്ടൊക്കെ വരത്തില്ലേ 900 ഈ റേഞ്ചിലോട്ടൊക്കെ ട്രേഡ് വരികയാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ കൂടുതൽ വാങ്ങിയിട്ട് ഞാൻ ഹോൾഡ് ചെയ്യും. ഇനി വേറെ ടെൻഷനൊന്നുമില്ല, എനിക്കിത് ബ്രേക്ക് ആകുമ്പോഴത്തേക്ക് നല്ല പ്രോഫിറ്റിലേക്ക് പോകും എന്നായിരിക്കും ഞാൻ കരുതുക. ഓക്കെ, അപ്പോൾ എൻ്റെ ട്രേഡ് പ്ലാൻ ഇതാണ്, സിംപ്ലി ഞാൻ പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇത്രയും സ്റ്റോക്സ് നിങ്ങൾ പഠിക്കുക. ആൻഡ് ഇത് മാർക്കറ്റിൽ ഇതിൻ്റെ ഒരു മൊമെന്റം അടുത്ത ഒരു 3 വീക്കെങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഒരിക്കലും മാർക്കറ്റിൽ വിജയിക്കാൻ പോകുന്നില്ല. പെട്ടെന്നുള്ള പ്രോഫിറ്റ് മാത്രം നോക്കി ട്രേഡ് കാണാതെ മാർക്കറ്റിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള കാര്യം 1-2 ആഴ്ചയിലെ വ്യൂ പോയിന്റോട് കൂടി മാർക്കറ്റിനെ വീക്ഷിക്കാൻ ശ്രമിക്കാം. അടുത്ത ഒരു സ്റ്റോക്ക് കൂടെ ഞാൻ പറഞ്ഞു തന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബാലാജി അമൈൻസും നല്ല ഒരു മൊമെന്റത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സ്റ്റോക്കാണ്. 2400 റേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് തിരിച്ചു വന്ന് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് 1997 റേഞ്ചിലാണ്. ആൻഡ് വീണ്ടും മൊമെന്റത്തിനുള്ള പോസിബിലിറ്റി ബാലാജി അമൈൻസിലുണ്ട്. സോ എന്തായാലും ഇത്രയും കമ്പനികൾ നിങ്ങൾ വാച്ച് ലിസ്റ്റിലിട്ട് ആൻഡ് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച ഒരു 21 ഡേയ്സെങ്കിലും നിങ്ങൾ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് തരം സ്വിംഗ് ട്രേഡർ ആണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് വെക്കുക. ഓക്കെ, ഇപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ മൊമെന്റം ട്രേഡ് ചെയ്യുന്ന ആളുകൾ ഇത്രയും ദിവസം 21 ഡേയ്സെങ്കിലും ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാനായിട്ടൊന്നും നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കമ്പനികൾ നിങ്ങൾ ഒരു നോട്ട് ഉണ്ടാക്കുക, ഇതിൻ്റെ പ്രൈസ് ആക്ഷൻസ് ഓരോ ഡെയിലി നോക്കുക, പഠിക്കുക. ഓക്കെ, സോ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ആൻഡ് എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാം, ഞാൻ എല്ലാവർക്കും റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു.